الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അടിമയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് അക്ഷമനായി പ്രവർത്തിക്കുക എന്നത്. പല തവണ ഞാൻ തന്നെ നിങ്ങളോട് ഈ വിഷയം പറഞ്ഞതാണ്. ഇന്നൽ ഇൻസാന ഖുലിക ഹലുഅൻ വഇദാ മസ്സഹു ശർറു ജസുഅൻ. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയാണ്, ഇന്നൽ ഇൻസാന ഖുലിക ഹലുഅൻ. തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങേയറ്റം അക്ഷമനായിട്ടാണ്. ക്ഷമിക്കാനുള്ള ഒരു കഴിവ് പൊതുവെ മനുഷ്യന് കുറവായിരിക്കും എന്നർത്ഥം. എന്നാൽ ഇദാ മസ്സഹു ശർറു, ഇനി അതിലേക്ക് ഒരു ശർറ് ബാധിച്ചു കഴിഞ്ഞാലോ ജസൂഅ, അവൻ അങ്ങേയറ്റത്തെ പൊറുതികേട് കാണിക്കും. മനുഷ്യന്റെ ഒരു പ്രകൃതം അള്ളാഹു പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ ഹൈറും ഷർറും ഉണ്ടാവും. നബ്തലിഹി, നാം അവനെ പരീക്ഷിക്കും ബിശ്ശർരി വൽ ഹൈർ, ഷർറ് കൊണ്ടും ഹൈർ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞത് ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ ആ ദുനിയാവിൽ അവര് ആ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന തരത്തിൽ ക്ഷമയോടുകൂടി അവർ ജീവിക്കാൻ കഴിയണം. പക്ഷെ പൊതുവെ മനുഷ്യന് കഴിയുന്ന അങ്ങനെ ഒരു അവസ്ഥ അല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞെന്താ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാണ്.
അതായത് ഈ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നോക്കൂ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ഈ മനുഷ്യന്റെ ഈ ഒരു പൊറുതികേടിന്റെ ഒരു സംസാരം പടച്ചതപ്പോഴാണ് സൂചിപ്പിക്കുന്ന. നോക്കും, മനുഷ്യൻ പറയാണ്, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രക്ഷിതാവ് അവനെ പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ ആ മനുഷ്യൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു. എന്നാൽ എന്നാൽ ആ മനുഷ്യനെ അവനൊന്ന് പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവനം ഒന്ന് എടുക്കുകയും ചെയ്താൽ അവൻ പറയും, എന്റെ റബ്ബനെ അപമാനിച്ചിരിക്കുന്നു. ഒന്നൊന്ന് അള്ളാഹു ഒന്ന് പരീക്ഷിച്ചാൽ മതി, ഒന്ന് ഇടിക്കാൻ മതി, അപ്പോഴേക്കും അവന്റെ പൊറുതികേട് പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നർത്ഥം. അപ്പൊ ഈ പൊറുതികേട് അധിക മനുഷ്യനെയും എത്തിക്കുന്നത് എവിടെയാണ്? അതാ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യന്റെ ഈ പൊറുതികേടുകൾ യഥാർത്ഥത്തിൽ വിശ്വാസി ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോ സ്വാഭാവികമായും വിശ്വാസി ക്ഷമിക്കും. എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടായാലും ക്ഷമിക്കും. എന്തെങ്കിലും ഒരു ഹൈറുണ്ടായാലോ ഉടനെ ശുദ്ധത പറയും. എന്നാൽ അധിക മനുഷ്യരും ഈ പൊറുതികേട് കൊണ്ട് എത്തിപ്പെടുന്നത് എവിടെയാ? കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തുക എന്ന് മാത്രമല്ല, അവർ സ്ഥിരമായ ദുഃഖത്തിന് വരെ കാരണമാകുന്ന അവസ്ഥയിലേക്ക് പോകണം. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. ഓരോ കൊലപാതകങ്ങൾ നടന്ന് അതിന്റെ FIR പോലീസ് ഇടുന്ന സമയത്ത് തന്നെ പോലീസുകാർ പറയുക എന്തൊരു അന്ധവിശ്വാസികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നോക്കൂ, ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അസ്വസ്ഥതകളാണ്. അക്ഷരമായി കാണിക്കാണ്. എന്താ? ആ നീണ്ട മുടിയുള്ള സ്ത്രീയാണ്, അവരെന്തോ ആഭിചാരം ചെയ്തതാണ് ഞങ്ങളുടെ കുടുംബത്തിന് തകരാറുണ്ടാകാൻ കാരണം. എന്തു ചെയ്യണം? ഈ ജോത്സ്യം പറഞ്ഞു കൊടുക്കുക, ഓലെ കൊന്നാളെ. ഓക്കെ, മനുഷ്യൻ എത്തുന്നത് എവിടേക്കാ? കൊലപാതകങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെ അയൽ വീട്ടിലെ ആളുകളെ കൊന്നൊടുക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കുക, എത്രമാത്രം മനുഷ്യന്റെ പൈശാചികത, ഇബ്ലീസ് മനുഷ്യരെ കൊണ്ട് എത്തിക്കുന്നത് എത്ര ക്രൂരതയാണ്. ചെറിയ മക്കളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, അതുപോലെ മറ്റുള്ള ആളുകളെ, വീട്ടിലുള്ള മറ്റുള്ള പലരെയും കൊന്നൊടുക്കുന്നു. എന്താ? എല്ലാത്തിന്റെ പിന്നിലേക്കും ചുരുളയിന്ന് നമ്മളെ എത്തിപ്പെടുമ്പം കാണുന്നത് എന്താ? ഇത്തരം അന്ധവിശ്വാസങ്ങളാണ്. മറുഭാഗത്താണെങ്കിലോ ആത്മീയത തേടിയിട്ട് പല പുണ്യ കേന്ദ്രങ്ങളിലേക്കും പോയിട്ട് അവിടെ ആത്മീയ ദാഹം തീർക്കാൻ വേണ്ടി പലതിലും പുണ്യം പ്രതീക്ഷിച്ച് അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ വേറെ. നോക്കൂ, ഇപ്പൊ ഈ അടുത്ത് നടന്ന ഗംഗാനദിയിൽ നടന്നിട്ടുള്ള വലിയ ഒരു ദുരന്തം നമ്മളൊക്കെ കേട്ടു. നമുക്ക് അത് ആത്മീയതയുടെ ദാഹം തീർക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യർ പലതിലും പല നിലക്കുള്ള പുണ്യവും കണ്ട് പോകുകയാണ്. ഇവിടെ എന്താണ് പരിഹാരം? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരികളെ, ഒറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭ്യമാകുക പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. ആ റബ്ബിലേക്ക് അഭയം പ്രാപിക്കുക എന്നതാണ് ശാശ്വതമായ നമ്മളെ ദുരന്തത്തിലേക്ക് നയിക്കുന്നതിന് പകരം ശാശ്വതമായ സമാധാനം നമുക്ക് ലഭിക്കാൻ ഏക മാർഗം റബ്ബ് പഠിപ്പിച്ചു തരുന്നത് എന്താ? റബ്ബിലേക്ക് മടങ്ങുക. അലാ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നോക്കൂ, പടച്ചതമ്പുരാനാ പറയണത്, നമ്മളെ സൃഷ്ടിച്ച റബ്ബാ പറയുന്നത്. നമ്മളെ അക്ഷമരായിട്ടാണ് സൃഷ്ടിച്ചത്. അത് നമ്മുടെ ഈ ലോകത്തെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. അങ്ങനെ പരീക്ഷണത്തിൽ അകപ്പെടുന്ന മനുഷ്യ, നിനക്ക് സമാധാനം വേണോ? നിനക്ക് സ്വസ്ഥത വേണോ? എന്ത് ചെയ്യണം? അള്ളാഹ്
അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മതി. ഇത് തരുന്ന നാഥനിലേക്ക് മടങ്ങിയാൽ മതി. ആ റബ്ബിനെ ഓർത്താൽ മതി. അല്ലദീന ആമനു, ആ റബ്ബിൽ വിശ്വസിക്കുക. വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയം ശാന്തമാകും. ബിദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്. അതുകൊണ്ട് അലാ, അറിയണേ, ബിദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം ശാന്തമാകുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മൾ അള്ളാഹു എനിക്ക് എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന ബോധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, നമുക്ക് എന്തും ചെയ്തു തരാൻ കഴിവുള്ളവർ റബ്ബാണ്. ആ റബ്ബിനെ വിട്ട് മറ്റൊന്നിലേക്ക് നമ്മൾ പോകണ്ട. നോക്കൂ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ ആരെങ്കിലും നമ്മൾക്ക് നേർക്ക് നേരെ നമ്മളെ ഉപദ്രവിക്കാൻ മനുഷ്യർക്ക് കഴിയും. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു ജിന്ന്, ഏതെങ്കിലും ഒരു മലക്ക്, ഏതെങ്കിലും ഒരു വലിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ, നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് റബ്ബിന് മാത്രമേ കഴിയൂ. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് തെളിമയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ ഒന്നിനും നമ്മൾ പേടിക്കില്ല. അത് ആരോ ചെയ്തതാണോ, അല്ലെ അത് ആരോ ഉണ്ടാക്കിയതാണോ, അത് എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് പേടില്ല. ഏതെങ്കിലും ഒരു ഖബർ കാണുമ്പോ, ഏതെങ്കിലും ഒരു പച്ച കാണുമ്പോ, ഏതെങ്കിലും ഒരു വൃക്ഷം കാണുമ്പോ, ഏതെങ്കിലും ഒരു പുണ്യസ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ എത്തുമ്പോ നമുക്കൊരു പേടിയും ഒരു ഭക്തിയും ഒരു ഭയപ്പാടും ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് റബ്ബ് എനിക്ക് നന്മ എന്തെങ്കിലും റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബിനെ തരാൻ കഴിയും. എന്തെങ്കിലും ഒരു പരീക്ഷണം എനിക്ക് റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന് മാത്രമേ തടുക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ മതി. അതിന് മറഞ്ഞ കാര്യങ്ങൾ, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള എന്തും ഗുണമാകട്ടെ ദോഷമാകട്ടെ അത് റബ്ബിനെ അറിയൂ എന്ന ബോധം പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരികളെ, നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ കോറി പോയി. നോക്കി, പ്രവാചകന്മാർ അഖിലവും വന്നിട്ട് പറയാണ്. നൂഹ് നബി ആദ്യം പറഞ്ഞു, വലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ഇന്നീ മലകുൻ. ഞാൻ നിങ്ങളോട് ഈ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഞാനൊരു പ്രവാചകനായതുകൊണ്ട് എനിക്ക് വല്ല ഗൈബും അറിയുമോ? ഇല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അള്ളാഹിന്റെ ഖജനാവ്, അള്ളാഹുവിന്റെ അടുത്തുള്ള ഖജനാവിനെ പറ്റി എനിക്കറിയില്ല. വലാ അഅലമുൽ ഗൈബ, ഗൈബും എനിക്കറിയില്ല. വലാ അഖൂലു ഇന്നീ മലകുൻ. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പുണ്യം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ വേണ്ട. ഞാൻ മലക്കുമല്ല. വലാ അഖൂലു ഇന്നീ മലകുൻ. ഞാനൊരു മലക്കാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാനൊരു പ്രവാചകന്മാർ. ഒന്നാമത്തെ നബിയായി വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ നോക്കൂ. അവസാനം വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ, ഖുൽ ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നീ മലകുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. എനിക്ക് എന്താണോ അല്ലാഹു വഹ്യായി നൽകുന്നത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനൊരു മലക്കല്ല, എനിക്ക് വഹി പറയില്ല. അല്ലാഹുവിന്റെ അടുത്തുള്ള ഖസാഇനുകൾ, അല്ലാഹുവിന്റെ അടുത്തുള്ള ഖജനാവുകൾ എത്രയാ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാ. എനിക്ക് വഹ്യ് നൽകുന്നു, ആ വഹ്യ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനത് പറഞ്ഞു? ഇനി എന്തെങ്കിലും ഞാനിത് പറഞ്ഞു തരുന്നതിന്റെ പേരിൽ ഞാനൊരു പുണ്യം നൽകുന്ന, എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അന്ധവിശ്വാസികളായി നിങ്ങൾ മാറരുത് എന്നതിനു വേണ്ടിയാ അള്ളാന്റെ റസൂൽ ആ സമൂഹത്തോട് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തന്നെ പ്രവാചകൻ വല്ലാതെ ക്ഷുഭിതനായി, അല്ലെങ്കിൽ വലിയ ശബ്ദത്തിൽ ആ കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. നോക്കൂ, പ്രവാചകനോട് അവിടെയുള്ള അഅറാബികളായ ആളുകൾ പറയാണ്. അഅറാബികളായ ആളുകൾ അവിടെയുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ ഇമാം ഖുർത്തുബിയാണ് പറയുന്നത്, അഅറാബികളായ ആളുകളുടെ ഒരു സമ്പ്രദായം എന്താ? അവര്
അവിടെ ഒരു മരത്തിൽ ഇങ്ങനെ മരത്തെ ഒരു പുണ്യമരം കണ്ടു. എന്നിട്ട് അൻവാത്ത് എന്ന പേരുള്ള ഒരു പുണ്യമരം അവരെന്ത് ചെയ്യും? അവരുടെ വാളുകൾ അതിൽ തൂക്കിയിടും. എന്നിട്ട് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ വാളിന് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ കൂടെയുള്ള ആറാബികൾ പറയാണ്, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാതു അൻവാത് കമാ ലഹും ദാതു അൻവാത്. അവർക്കൊരു ദാത്ത് അൻവാത്ത് എന്ന വൃക്ഷം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു വൃക്ഷം ഉണ്ടാക്കിത്താ പ്രവാചകനെ. പ്രവാചകർ പറയാണ്, നമ്മൾ വാളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം, നമ്മുടെ വാളിനും വേണ്ട ഒരു ബർക്കത്ത്, അതുകൊണ്ട് നമുക്ക് ഓർക്കുള്ളത് പോലെ ഒരു വൃക്ഷം നമുക്ക് ഉണ്ടാക്കി തന്നാൽ എന്ന് നിശ്ചയിച്ചു തരി എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അത്ഭുത സംഗതി പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോന്നാണ്, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽബഹറ ഫഅതൂ അലാ ഖൗമി യഅകിഫൂന അലാ അസ്നാമിൻ ലഹും ഖാലൂ യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ മുൻകഴിഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ബനീ ഇസ്രായീല അൽ ബഹറ ആ കടല് കടന്ന് രക്ഷപ്പെടുത്തി, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. ഫഅതൂ അലാ ഖൗമിൻ അപ്പണ്ട് ഒരു സമൂഹത്തിന്റെ അടുത്തെത്തിയപ്പോ അവരവിടെ യഅകിഫൂന അലാ അസ്നാമിൻ അവരവിടെ ഒരു ബിംബത്തിന്റെ അടുത്ത് അവരിങ്ങനെ ഭജന വിരിക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമൂഹം മൂസാ നബിയോട് പറയാണ്, ഖാലൂ യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ ഉണ്ടാക്കിത്താ. ഇവരൊക്കെ അവിടെ ഒരു സമൂഹം അതാ ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഇലാഹായിട്ട് ആരാധ്യനായിട്ട് ഒരു ഇലാഹിനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഇലാഹൻ കമാലകും ആലിഹ, അവർക്ക് ഒരു ഇലാഹ് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി താ മൂസ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം അവരോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു ചോദ്യമായി പോയി. നിങ്ങൾ ഈ വൃക്ഷം ഒരു ബർക്കത്തിന്റെ വൃക്ഷം ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടാ എന്ന് പ്രവാചകനോട് ചോദിച്ചത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവര്? അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു പുണ്യമരം, ഒരു പുണ്യമായിട്ടുള്ള വൃക്ഷം, അല്ലെങ്കിൽ അതൊരു ആൽത്തറ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖബറ്, അല്ലെങ്കിൽ ഒരു പച്ച കുബ്ബ, ഇതൊക്കെ പുണ്യം കിട്ടും. അല്ലെങ്കിൽ എന്റെ ഉപദ്രവം തടുക്കാൻ, എനിക്ക് വന്നിരിക്കുന്ന ഈ പ്രശ്നത്തെ തടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും, എനിക്കെന്തെങ്കിലും ഉപകാരം ഇതുവഴി കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥന, അവിടെ ഒരു അർത്ഥന, അവിടെ ഒരു സഹായം ഘട്ടം, അവിടെ ഒരു ബഹുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇലാഹായി. അതുകൊണ്ട് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇസ്ലാം നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് നൽകിയിരിക്കുന്ന റബ്ബിനോട് നിങ്ങൾ ചോദിക്കുക, ആ റബ്ബിലേക്ക് നിങ്ങൾ അടുക്കുക. ആ റബ്ബല്ലാത്ത മറ്റൊന്നിനും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുന്നു. ഇനി മരിച്ചുപോയ മഹാന്മാർ, വലിയകൾ, ഖബറിലുള്ള ആളുകൾ, അവർ നോക്കും, നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കൂല. ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവർ കേൾക്കുകയില്ല. ഒരു ചെവിടി പൊട്ടനായ ആൾ അവൻ തിരിഞ്ഞു പോയാൽ നിങ്ങൾ വിളിക്കുന്നവൻ കേൾക്കാത്തത് പോലെ മരണപ്പെട്ടു പോയ ആൾ ഖബറിൽ നിന്ന് കേൾക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തിന്റെ 80-ാമത്തെ വചനം. നോക്കൂ, ഇനി അല്ലാഹു പറയാ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇനി കേട്ടു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. നിങ്ങൾ ഈ പ്രാർത്ഥിച്ചിരിക്കുന്നത് ശിർക്കാണ്. അല്ലാഹുവിന് പുറമെ മറ്റൊരാളോട് നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ശിർക്കാണ്. ആ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ഏറ്റവും
ഏറ്റവും അവലായ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന മരിച്ചുപോയവരോട്, ഖബറിലുള്ളവരോട്, നമ്മൾക്ക് ഒരു നിലക്കും കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും ജിന്നിനോട്, മലക്കിനോട്, ഏതെങ്കിലും ഒരു വസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അവർ ഉത്തരം ചെയ്യുകയില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഏറ്റവും വഴികെട്ട ആളുകളാണ്. അങ്ങനെ സഹായം ചോദിക്കുന്ന ആളുകൾ ഏറ്റവും വഴികെട്ടവരാണ്. അവർ ചെയ്തിരിക്കുന്ന ആ ദുആഇലെ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ചെയ്തിരിക്കുന്ന ആ പ്രാർത്ഥനയെ തൊട്ട് ഈ ആളുകൾ ശ്രദ്ധയിലാണ്. അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞ ഒരു ആശയത്തെ മനുഷ്യർ ഉൾക്കൊള്ളാതെ പോകുമ്പോഴാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ അയൽപക്കത്തുണ്ടാവും ഇങ്ങനത്തെ ആൾക്കാർ. ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് റിസ്ക് അല്പം കുറയുണ്ടോ? റിസ്ക് തരേണ്ട റബ്ബാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷ ഉണ്ടോ? റബ്ബിനോട് പറഞ്ഞു. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുക. അവൻ തുറന്നൊരു മഖ്റജ്, നിങ്ങൾ കണക്കാക്കാത്ത വിധം അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനം ഇറക്കിത്തരും. നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ മതി, ആ റബ്ബ് മതി. അതാ പ്രവാചകന്മാർക്കൊക്കെ നിർഭയത്വം കിട്ടിയത് ഏകനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോഴാ. അങ്ങനെ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിന് മുമ്പുള്ള ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ അധികം ആളുകളും അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ് എന്ന് പറഞ്ഞത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് റമളാനിലേക്ക് പരമാവധി ഒരുങ്ങാനുള്ളത് ഈ ഒരു മാസമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്, മാസങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു മാസം, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നോമ്പിലായിരുന്നു അധിക സമയം. ചോദിച്ചു, പ്രവാചകരെ എന്തിനാ? എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു എന്നെ കാണണം. എങ്ങനെ? ഞാൻ നോമ്പുകാരനായിട്ട് എന്ന്. അപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ഒരുപാട് നോമ്പ് അധികമായി നോറ്റതായി നമുക്ക് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ പരമാവധി ഈ മാസം നോറ്റുകൂട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ മാസത്തിലുള്ള നോമ്പുകൾ, അതുപോലെ തിങ്കൾ, ചൊവ്വ, നോമ്പുകളൊക്കെ നോക്കാൻ കഴിയുന്ന ആളുകൾ അത്തരം നോമ്പുകളൊക്കെ നോക്കാനുള്ള ഒരു ശ്രമം ഈ മാസത്തിൽ നടക്കണം. അതുപോലെ മറ്റൊന്ന്, ഈ മാസത്തില് റമളാനിലേക്കുള്ള ഒരു ഒരുക്കം എന്ന നിലയ്ക്ക് നമ്മൾ മാനസികമായി ഒരുങ്ങാൻ നമ്മൾ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ അതുകൊണ്ടാണ് ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ ഈ ശഅബാൻ മാസം ആയിക്കഴിഞ്ഞാൽ ചില ബിദ്അത്തുകളെയും കാണാൻ കഴിയും. ശഅബാൻ 15 ഒരു പ്രത്യേകമായ നോമ്പ്, അങ്ങനെ ഒരു ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ നോമ്പ് ഇസ്ലാമിൽ
ഇസ്ലാമിലില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോറ്റിട്ടില്ല. മറിച്ച് ആ മാസത്തിൽ നോൽക്കാൻ പറഞ്ഞിട്ടുള്ള നോമ്പുകളുണ്ട്. തിങ്കൾ, വ്യാഴം, ദിവസങ്ങളിലെ നോമ്പുകൾ. ആ നോമ്പുകളൊക്കെ നമ്മൾ നോറ്റ് വിട്ട്, അല്ലാതെ നമ്മൾ ഇല്ലാത്ത നോമ്പുകൾ നോറ്റ് വിട്ടേണ്ട ഒരു സംഗതി ഇല്ല എന്ന് പ്രത്യേകമായി ഓർക്കാം. അതുപോലെ ഈ സ്വലാത്തുൽ അൽഫിയ എന്ന നിസ്കാരം, അത് പലപ്പോഴും ആളുകൾ 12 റക്അത്ത് നിസ്കരിക്കും. മഗ്‌രിബിനും ഇശാഇനും ഇടയിലുള്ള സമയത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായി. അതുപോലെ ശഅബാന്റെ പകുതിയിൽ 100 റക്അത്ത്, ആ 100 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരം, ശഅബാന്റെ പകുതിയായി കഴിഞ്ഞാൽ 100 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരം. അങ്ങനെ നിസ്കാരമൊന്നും ഇസ്ലാമികപരമായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന് ഇസ്ലാം നമ്മോട് പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിർവഹിക്കുക. അപ്പോഴാണ് റസൂലിനെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നത്. പ്രത്യേകിച്ച് ഇനി റമദാനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ നിലക്ക് മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ, ഇനി അടുത്ത ഒരു 11 മാസത്തേക്ക് നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും സ്വരൂപിച്ചെടുക്കാനുള്ള നല്ലൊരു മാസമാണ്. അപ്പൊ ഒരു മാസം, നല്ലൊരു മാസത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു മാസമാണ്. നമ്മൾ അശ്രദ്ധയിലാവാതെ പരമാവധി നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയും നോമ്പ് നോക്കാൻ കഴിയുമെങ്കിൽ നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുപോലെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹുവേ, എല്ലാ തരം രോഗങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കുന്ന റഹ്മാനെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല സുഹൃത്തുക്കളും ഇന്ന് ആശുപത്രിയിലാണ്. പലരും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. അല്ലാഹുവേ, മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിലെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്ത് ബർഹമത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ എന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള എന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മുഹമ്മദ് മദനി ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും ബർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന കാരണവന്മാർ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും ബർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.